നമസ്കാരം. ഇന്നൊത്തിരി താമസിച്ചു, കാരണം നാളെ സൂര്യദേവമഠ കുബേരാശ്രമത്തിൽ വിഷ്ണുമായയുടെ മൂലസ്ഥാനത്ത് നിന്ന് കളരിയിലോട്ട് മാറ്റുന്നതിൻ്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയ്ക്കാണ് ഞാനിന്ന് വന്ന് നിങ്ങളുടെ നാളെയും മറ്റന്നാളും എന്നുള്ള ഇത് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. നിത്യജ്യോതിഷം കൂടാതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് കൂടെ അതിനകത്തുണ്ട്. ഒത്തിരി ആൾക്കാർ വിളിച്ച് പറഞ്ഞതിൻ്റെ ഒരു ടിപ്സാണ് പ്രാവശ്യം ഉള്ളത്. അതിനെക്കുറിച്ച് ശബ്ദത്തിന് ഇങ്ങനെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, കാരണം ത്രോട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ജലദോഷമാണ്. ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുകയും അനൗൺസ്മെൻറ്റൊക്കെ ചെയ്തതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത്, ഓഫീസുകളിലും വീടുകളിലും ആൾക്കാരിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര അലസതയും മടിയും കാര്യങ്ങളൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നോർമലി എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കേണ്ടത്? ചില ആൾക്കാർ പറയും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും അറിയില്ല സാറേ, എങ്ങോട്ടാണ് ഞങ്ങൾ തിരിഞ്ഞിരുന്ന് വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടിയുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടിപ്സാണ്. കുട്ടികൾ പഠിക്കുന്നതിനും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ഏത് വശത്തോട്ട് തിരിഞ്ഞിരുന്നാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് എന്നാണ് ഇന്നത്തെ ടിപ്സിൽ പറയുന്നത്. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും. വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും 2025 ഫെബ്രുവരി മാസം 10-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, മകരമാസം 28-ാം തീയതി തിങ്കളാഴ്ചയാണ് നാളെ. നാളത്തെ സൂര്യോദയം രാവിലെ 6:44 സൂര്യോദയം, വൈകുന്നേരം 6:27 സൂര്യാസ്തമയമാണ്. രാഘോലം 8:11 9:38 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:12 12:33 മധ്യയാണ്. മുഹൂർത്തം 12:37 12:58 മധ്യയാണ്. നമുക്ക് യമകണ്ഠ സമയം 11:05 12:32 മധ്യയാണ്. ഗുളികനുദയം 1:59 3:26 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. പുണർദം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ്. വാസ്തുകർമ്മങ്ങൾക്കും യാത്രയ്ക്കും ആഭരണങ്ങൾ ഉണ്ടാക്കുവാനും വ്രതം തുടങ്ങുവാനും വാഹനങ്ങൾ വാങ്ങുവാനും കൃഷികൾ ആരംഭിക്കുവാനും പ്രതിഷ്ഠാ ചടങ്ങുകൾ ചെയ്യുവാനും എന്ന് വേണ്ട സകലമായ കിരീടധാരണം, ഗ്രഹസംബന്ധമായിട്ടുള്ള കീർത്തി നേടുന്നതിനൊക്കെ ഉള്ള നല്ലൊരു, അതായത് പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നമുക്ക് ഈ പറയുന്ന ദിവസം. പുണർദം നക്ഷത്രവും കൂടിയാണ്, തിങ്കളാഴ്ചയും കൂടിയാണ്. അത്രയും ശുഭകരമായിട്ടുള്ളൊരു ദിവസമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ച രാവിലെയും ഈ ഞായറാഴ്ച വൈകുന്നേരം ആ സമയം കഴിഞ്ഞു, തിങ്കളാഴ്ച രാവിലെയൊക്കെ ഈ രാഹുല സമയത്ത് വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതായിരിക്കും. നാരങ്ങ വിളക്ക് കത്തിക്കുക, രാഹുദോഷ പരിഹാരം നമുക്ക് കിട്ടും. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ടതോൾ ദോഷം, വസുമഞ്ച ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ചൊരു ദോഷവും ഇല്ല. അന്ന് അത്രയും അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2025 ഫെബ്രുവരി മാസം 11-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, മകരം 29-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:44 സൂര്യോദയം, വൈകുന്നേരം 6:27 സൂര്യാസ്തമയമാണ്. രാഘോലം 3:26 4:53 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:12 12:33 മധ്യയാണ്. മുഹൂർത്തം 12:37 12:58 മധ്യയാണ്. യമകണ്ഠ സമയം 9:38 11:05 മധ്യയാണ്. ഗുളികനുദയം 12:32 1:59 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. പൂയം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. ഉത്സവത്തിനും ശാന്തികർമ്മത്തിനും വിവാഹവും മറ്റുള്ള ഈ വിവാഹത്തിനൊക്കെ അത്ര നല്ലതല്ല എങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം. പഴയ പുതിയ വ്യാപാരങ്ങളും അതേപോലെ പാർട്ണർഷിപ്പ് ബിസിനസ്സും ദീർഘകാല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. കുഴപ്പമില്ല, നല്ലൊരു ദിവസം കൂടിയാണ്. പുണർദം പൂയം നക്ഷത്രവും കൂടി ചേർന്നിട്ടുള്ള ദിവസമാണ്. അന്നത്തേക്ക് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടതൂർ ദോഷം, വസുവഞ്ച ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ചൊരു ദോഷമില്ല. ഈ 2 ദിവസവും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ചും മറ്റൊരു ദോഷവും ഇല്ലാത്തൊരു ദിവസം. അത്രത്തോളം ഉത്തമമായിട്ടുള്ളതാണ് പുണർദവും പൂയവും. ഈ 2 ദിവസങ്ങൾ ഈ പറയുന്ന തിങ്കളും ചൊവ്വയും അത്രയും നല്ല ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഞാൻ ആദ്യം അധികം സംസാരിക്കാൻ വയ്യാത്തതുകൊണ്ട് നല്ലൊരു സ്ട്രെയിൻ എടുത്ത് സംസാരിക്കുന്നതുകൊണ്ട് ടിപ്സിലോട്ട് ഞാൻ പെട്ടെന്ന് കിടക്കാം. അല്ലെങ്കിൽ 1-2 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു.
നമുക്ക് പല ആൾക്കാർക്കും വിളിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് വെറുതെ റെസ്റ്റ് എടുക്കാതിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എങ്ങോട്ടാണ് നോർമലി തിരിഞ്ഞിരിക്കേണ്ടത്? അപ്പോൾ ഇതിൽ ഫെങ്ഷുയി മുഖേന നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. കാരണം ഓരോരുത്തരുടെ നമ്പർ അനുസരിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താലേ നമുക്ക് കൃത്യമായിട്ട് അതറിയാൻ പറ്റും. കാരണം വെച്ചാൽ 2 വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണുള്ളത്, കിഴക്ക് വിഭാഗവും പടിഞ്ഞാറ് വിഭാഗവും. എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്, കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത് വടക്ക് ഭാഗത്തു നിന്ന് പോസിറ്റീവ് എനർജി കിട്ടും, കിഴക്ക് നിന്ന് കിട്ടും, തെക്ക് കിഴക്ക് കിട്ടും, തെക്ക് ഭാഗത്ത് കിട്ടും. അതായത് പടിഞ്ഞാറ് ഭാഗത്ത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത് വടക്ക് കിഴക്കെന്നും വടക്ക് പടിഞ്ഞാറെന്നും തെക്ക് പടിഞ്ഞാറെന്നും അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്താണ് അവർക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത്. അതായത് കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത് പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് നെഗറ്റീവ് എനർജി കിട്ടുന്നത്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്താലേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അത് ലൂണാർ കലണ്ടർ അനുസരിച്ചിട്ട് വേണം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിപ്പം നോക്കി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം സക്സസിൻ്റെ ദിശയിലോട്ടാണ് അവർ തിരിഞ്ഞിരിക്കേണ്ടത്. നമുക്കത് നോക്കേണ്ട കാര്യമില്ല. അപ്പം നോർമലി ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ആർക്കും അറിയില്ല എങ്കിൽ പോലും ആ നോർമലി നമുക്കിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചൈതന്യം അല്ലെങ്കിൽ നല്ലൊരു എനർജി നമുക്ക് കിട്ടുവാൻ വേണ്ടി ഒന്നുകിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ഇരുന്ന് വേണം നമ്മൾ ഓഫീസ് വർക്ക് ചെയ്യാൻ. ഞാൻ നോർമലി ഉള്ള കാര്യം പറയുന്നത്. കാരണം നിങ്ങളുടെ ഓഫീസ് ടേബിൾ ഒന്നുകിൽ കിഴക്കോട്ട് തിരിച്ചിടുക അല്ലെങ്കിൽ വടക്കോട്ട് തിരിച്ചിടുക. വടക്കോട്ടോ കിഴക്കോട്ടോ റെസ്റ്റ് എടുക്കുമ്പോൾ പോലും ഒന്നുകിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ തിരിഞ്ഞിരിക്കുക. ഈ പറയുന്ന നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് ആ പോസിറ്റീവ് എനർജി അറിയാത്ത ആൾക്കാർക്കാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. നോർമലി വാസ്തുപ്രകാരം ഏറ്റവും കൂടുതൽ ചൈതന്യം കടന്നു വരുന്നത് കിഴക്ക് നിന്നും വടക്ക് നിന്നും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു എനർജി, ആ ഒരു ഊർജത്തെ നമുക്ക് സ്വീകരിക്കുമ്പോൾ കുറേ അലസതയും മടിയും ഒക്കെ നമുക്ക് മാറിക്കിട്ടും. അത് വളരെ പല ആൾക്കാരുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എപ്പോഴും നമുക്ക് സച്ചൈതന്യം കൂടുതലായിട്ട് കടന്നു വരുന്ന സ്ഥലങ്ങൾ ഒന്ന് കിഴക്കും ഒന്ന് വടക്കുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്, കിഴക്കോട്ട് തിരിഞ്ഞോ അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞോ ഇരുന്ന് പ്രാർത്ഥിക്കണം, പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, തെക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കരുതെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ വടക്കോട്ട് തിരിഞ്ഞിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും ഭക്ഷണം കഴിക്കുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ആരും ഭക്ഷണം കഴിക്കരുത്. കഴിച്ചാൽ ആ എനർജി, കാരണം ഒരു മാഗ്നറ്റിക് എഫക്റ്റ് വടക്ക് നിന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിലെ അയണിൻ്റെ കണ്ടൻറ്റിനെ കുറയ്ക്കുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ അതിനൊരു ദോഷം വരുത്തുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തിന് നമ്മൾ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് എപ്പോഴും പറയാറുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വടക്ക് കൊള്ളാം. തെക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പാടില്ല. അതുള്ളൂ തെക്കോട്ടൊക്കെ തലവെച്ചെടുക്കാൻ അത്യുത്തമമായിട്ടുള്ള സ്ഥലം കൂടിയാണ്. അപ്പം ഓരോ ദിക്കിൻ്റെയും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അത് വിശദമായിട്ട് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞുതരാം. വളരെ സ്ട്രെയിൻ എടുത്താണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ഷമിക്കുക. എന്നിട്ട് നാളെ രാവിലെ സൂര്യദേവ മഠം കുബേരാശ്രമത്തിലും വിഷുമായ പ്രതിഷ്ഠയാണ്. അഭിജിത്ത് മുഹൂർത്തത്തിലാണ്. 12 മണിക്ക് ശേഷം 12:30-ക്കകത്താണ്. പറ്റുമെങ്കിൽ നിങ്ങളതിന് പങ്കെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവണം. മിക്കവാറും ആ പ്രതിഷ്ഠാ സമയം ഞാൻ ലൈവ് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ലൈവ് കൊടുക്കും. അപ്പോൾ നോക്കട്ടെ, സാഹചര്യവും സന്ദർഭവും അങ്ങനെ നോക്കിയതിന് ശേഷം ലൈവ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ലൈവ് കൊടുക്കാം. കണ്ടോളൂ. ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി, നമസ്കാരം.